അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രഞ്ജിത്ത് മാരാർ, വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ബംഗാളി നടി നടത്തിയിരിക്കുന്നത്. അതും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനെതിരെയാണ് ഇങ്ങനെയൊരു ആരോപണം ഉയരുന്നത്. അപ്പോൾ സർക്കാർ നിലപാട്, ഈ നടി ഔദ്യോഗികമായി പരാതി നൽകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ച് വിശദീകരിക്കാമോ? ഇതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് വരിക തന്നെയാണ് വേണ്ടത്. കംപ്ലൈന്റ് വരുമ്പോഴത്തേക്കും ആ ഫോർമലായിട്ടൊരു കംപ്ലൈന്റ് വരുമ്പോൾ അത് FIR രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഹോൾ പ്രോബ്ലം വിത്ത് ദിസ് വുഡ് ബി, ഒന്നാമത് 2009 നടന്നിരിക്കുന്നത്. അതിനുശേഷം ഉള്ള അമെന്റ്മെന്റ്സിലൊക്കെയാണ് ഇതൊരു ഗ്രേവ് ക്രൈം. ഇപ്പൊ അവര് പറഞ്ഞേക്കണാണെങ്കിൽ പോലും വന്നിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് വളരെ റേപ്പൊന്നും നടന്നിട്ടില്ല. ഈസ് വാട്ട് ഷീ സേസ്. അവരെ മൊളസ്റ്റ് ചെയ്തു. അവരുടെ ഔട്ട്റേജിങ് ദി മൊഡസ്റ്റിയാണ് മാക്സിമം ഉണ്ടാവാവുന്ന ഒരു ഒഫൻസ് വരുന്നത്. അത് മാറ്റിയിരിക്കുന്നത് സബ്സിക്വന്റ് അമെന്റ്മെന്റ്സിലാണ്. ആ അമെന്റ്മെന്റ്സ് വന്നപ്പോഴാണ് അതും ഇത്രയും വർഷത്തിന് ശേഷം വരുന്ന ഒരു ആരോപണം ആവുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അത് രണ്ടു വശവും നമ്മൾ കാണണമല്ലോ. ഈ ഹി മേ ഹാവ് ആൻ എക്സ്പ്ലനേഷൻ, ദി അക്യൂസ്ഡ് വിൽ ഓൾസോ ഹാവ് ആൻ എക്സ്പ്ലനേഷൻ. കംപ്ലൈനന്റിന് അവരുടെ എക്സ്പ്ലനേഷൻ ഇന്നലെ വന്നു കഴിഞ്ഞു. ഈ വന്ന രീതികളും അതെങ്ങനെ വന്നു എന്നുള്ളത് എല്ലാം പരിശോധിക്കേണ്ട കാര്യമാണ്. ആസ് എ ഡിഫൻസ് ലോയർ നമ്മൾ ഡിഫൻസ് സ്ഥിരമായിട്ട് ചെയ്യുന്നതിന്റെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ പല ഫോൾസ് കേസുകളും വരുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഒന്ന് നോക്കിയിട്ട് ചെയ്യണതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം ഒരു ഫോൾസ് കംപ്ലൈന്റിൽ കയറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് അവസാനം ഇല്ലാതാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നടന്ന ഇഷ്യൂസിലേക്കുള്ള ഒരു ഗ്രാവിറ്റി ഇല്ലാതെയായി പോവുകയും കൂടി ചെയ്യും. അതും കൂടി നോക്കണം. അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനുണ്ട്. എന്താണെങ്കിലും ഇത് ആർക്ക് വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാവുന്ന ഒരു വിഷയമല്ലേ. അപ്പൊ വൈ നോട്ട് ഷീ, അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടോ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുക്കട്ടെ. ആരും കംപ്ലൈന്റ് ഇല്ലാതെ വന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വൈ ഈസ് ഷീ ഷൈയിങ് അവേ? അത് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് വേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സെൻസേഷന് പുറകെ പോവാതെ അതിന്റെ കോർ ഇഷ്യൂസിലേക്ക് ഫോക്കസ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു ഡിഫൻസ് സൈഡിൽ പ്രത്യേകിച്ച് കണ്ടമാനം ഫോൾസ് കേസ് കാണുന്നത് കൊണ്ടിട്ടാണ് അത് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ നിയമപരമായ ഒരു പിന്തുണ സർക്കാരിന് നൽകാൻ കഴിയില്ലേ? അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയില്ലേ? അങ്ങനെയാണെങ്കിൽ അവർ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നത്. പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പോകുന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് സപ്പോർട്ട് ഗ്രൂപ്പ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യട്ടെ. സപ്പോർട്ട് ചെയ്താൽ പോലും ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് അക്യൂസ്ഡ് ആയിട്ടുള്ള റേറ്റ്സ് ഉണ്ട്. 2009 ഇൻസിഡന്റ് ആണ്. ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് 2009 കഴിഞ്ഞു. അവര് ഒരു ഫിലിമിന് വേണ്ടി വിളിച്ചു വരുത്തി എന്ന് പറയുന്നു. ഇവര് പറയുന്നു ഓഡീഷൻ ആണെന്നുള്ളത്. അപ്പൊ അതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നിട്ട് വേണം ഇത് നോക്കാനായിട്ട്. ഈ ഗ്രാവിറ്റി, ഇപ്പൊ നമ്മൾ പറയുന്ന ഒഫൻസിന്റെ ഗ്രാവിറ്റി അന്ന് 2009 ആ ഒഫൻസ് ആ രീതിയിൽ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ സമയം ഇതിന്റെ ഗ്രാവിറ്റിയെ കുറയ്ക്കുന്നുണ്ടോ? നമുക്കറിയാം, ഇപ്പൊ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ മീറ്റു മൂവ്മെന്റുകളൊക്കെ എത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് ആ സ്ത്രീകളൊക്കെ പുറത്ത് പറയാൻ അവർ സധൈര്യം മുന്നോട്ട് വന്നത്. ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സമയം കൊണ്ട് പോകുന്നതല്ല. അന്നത്തെ ഒഫൻസ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് കൂടുതൽ ഉണ്ടായിരുന്ന ഒഫൻസ് അല്ല. അതിനുശേഷം നിർഭയ വന്നതിന് ശേഷം പല അമെന്റ്മെന്റ്സും IPC വന്നിട്ടുണ്ട്. IPC അമെന്റ്മെന്റ് വന്നതിന് ശേഷമാണ് ഇതിലുള്ള ഈ സെന്റൻസ് കൂട്ടുകയൊക്കെ ഉണ്ടായത്. 2009 ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് എന്തായിരുന്നു ഒഫൻസ്, ആ ഒഫൻസിനെ അദ്ദേഹത്തിന് ഇനി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം നോക്കേണ്ടി വരും. എന്നാണ് നടന്നത്, ഡേറ്റ്സ് എന്താണ്. വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു അതിന്റെ മുകളിൽ കയറി ഒരു FIR രജിസ്റ്റർ ചെയ്യണത് തന്നെ അത് ഗുണപരമായിരിക്കില്ല. ഇൻവെസ്റ്റിഗേഷന് പോലും ഗുണപരമായിരിക്കില്ല. അപ്പൊ പ്രോപ്പറായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്ത് അവർക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അവര് ചെയ്യട്ടെ. കംപ്ലൈന്റ് ചെയ്തിട്ട് അത് അല്ലാതെ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുന്നതിനും നല്ലത് ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി അവര് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ് ശരിക്കും വേണ്ടത്. അതില് ഗവൺമെന്റ് ഡിഫൻസീവ് മോഡിലാണ് പറയണമെങ്കിൽ പോലും അതില് സത്യവിരുദ്ധമായിട്ടൊന്നും, നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും കാണുന്നില്ല.